ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി.പി. ആണ്. വളരെ വ്യത്യസ്തമായ, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ മാർക്കറ്റ് ഡിമാൻഡുള്ള ബിസിനസ് ഐഡിയകളാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളത്. ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൃഷി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ കൃഷി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയകൾ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. അപ്പം വീടിൻ്റെ അടുത്ത് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു നല്ല സംരംഭത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഞാനല്ല പറയുന്നത്, ഇത് ഓൾറെഡി വർക്ക് ചെയ്ത് വിജയിപ്പിച്ച ഒരു സംരംഭകൻ എൻ്റെ കൂടെയുണ്ട്. പുള്ളിയുടെ പേര് കോതമംഗലത്തുള്ള രഞ്ജു പോൾ എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹമാണ് ഇന്ന് ഞങ്ങളോട് ഈ ബിസിനസ് ആശയം ഷെയർ ചെയ്യുക. വളരെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിലും വളരെ ചുരുങ്ങിയ സ്പേസിലും നമുക്ക് വളരെ നല്ല രീതിയിൽ ഹൈ ഈൽഡ് ഉൽപ്പാദിക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയെക്കുറിച്ചും അദ്ദേഹം ഇത് പ്രതിപാദിക്കും. സോ ഞാൻ അദ്ദേഹത്തിനോട് അതിഥിയെ വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം ടു വീഡിയോ മിസ്റ്റർ രഞ്ജു പോൾ. ഓക്കെ. സോ നമ്മൾ ബിസിനസ് ഐഡിയ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുമ്പ് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ്, ബിക്കോസ് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്റ്റ് ഐഡിയയിലേക്ക് കിടക്കുകയാണ്. ഐഡിയ മറ്റൊന്നുമല്ല, ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യകൃഷിയാണ് നമ്മുടെ ഇന്നത്തെ ആശയം. അപ്പം സാധാരണ ഒരു ട്രഡീഷണൽ മത്സ്യകൃഷിയുമുണ്ട്, ഹൈടെക് ആയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പറ്റുന്ന ഈൽഡിൻ്റെ ഒരു ഡിഫറൻസും ഭയങ്കര ഒരു ഹൈ ഇമ്പാക്റ്റ് ആയിരിക്കും ഈ ഹൈടെക് രീതിയിലുള്ള മത്സ്യകൃഷി ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഹൈടെക് മത്സ്യകൃഷിയുടെ സംരംഭകനാണ്. സോ സർ, ഞാൻ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഈ ഒരു മത്സ്യകൃഷിയുടെ സ്കോപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് ഈ സംരംഭത്തെ കുറിച്ചിട്ടുള്ള സ്കോപ്പിനെ കുറിച്ച് പറയാമോ? മത്സ്യം ശരിക്കും നമുക്ക് വളരെ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം തന്നെയാണ്. ഈ വളർത്ത് മത്സ്യങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഇവിടെ കോതമംഗലത്തുള്ള ഒരു ഇത് പറയുകയാണെങ്കിൽ അവിടെ കുറച്ച് വളർത്തു മത്സ്യങ്ങൾക്ക് ഡിമാൻഡ് കുറവാണ്. ശരിക്കും ടൗൺ ഏരിയകളൊക്കെ ബേസ് ചെയ്തിട്ട് വളരെ ഡിമാൻഡ് ഉണ്ടാകും. പക്ഷെ ആളുകൾ കൂടുതൽ കഴിച്ച് പഠിച്ചിട്ടുള്ളതും എല്ലാമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കടൽ മത്സ്യങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അത് കുറച്ച് വിഷമൊക്കെ ഉള്ളതാണെങ്കിൽ പോലും കടൽ മത്സ്യങ്ങളോടാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി വിഷമയമായ മത്സ്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആളുകൾ ഇതുപോലെ വളർത്തു മത്സ്യങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള മത്സ്യം ശരിക്കും എല്ലായിടത്തും കിട്ടുന്നില്ല. അത് ഒത്തിരി കർഷകർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. സാർ ചെയ്യുന്ന ഒരു കൃഷി രീതിയെ കുറിച്ചിട്ടും അതിന്റെ അഡ്വാൻറ്റേജും ആ സിസ്റ്റം എന്തുകൊണ്ടാണ് അതിനെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പറയാമോ? റാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ എന്നാണ് ആ സിസ്റ്റത്തിന്റെ പേര്. അത് ശരിക്കും നമ്മൾ ഒരു സെന്റ് കുളത്തില് ഒരു ബയോഫിൽറ്ററുകൾ വെച്ചിട്ട് ആ വെള്ളം പ്യൂരിഫൈ ചെയ്ത് ആ വെള്ളത്തിന്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ അത് ആ രീതിയിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ആ ഒരു സെന്റ് കുളത്തിന്റെ അകത്ത് നമുക്ക് ഒരു 8000 മീനോളം നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഒരു സെന്റ് കുളത്തിൽ 8000 മീനുകൾ. അതായത് അതിന്റെ ഒരു വളർന്നു കഴിഞ്ഞാൽ എത്ര കിലോ അപ്രോക്സിമേറ്റ്ലി വരും? ഒരു 6 മാസം കൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് നോക്കുവാണെങ്കിൽ ഒരു 500 ഗ്രാം വെച്ചിട്ട് 6 മന്ത്സ് കൊണ്ട് അതിന് വലിപ്പം വരും. അത് എനിക്ക് അപ്പുറം കിട്ടിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് നമുക്ക് ഏതാണ്ട് ഒരു 500 ഗ്രാം ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് 4000 കിലോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ സെന്റ് സ്ഥലത്ത് ഈൽഡ് എടുക്കാൻ പറ്റും. ഏകദേശം 4000 കിലോ മീനിന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പം ഒരു സെന്റ് സ്ഥലത്ത് നിന്ന് 4000 കിലോ അതൊരു ഒരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം അതാണ് ഈ ഒരു ടെക്നോളജിയുടെ ഗുണം, അല്ലേ? അപ്പം ഇതും ബയോഫ്ലോക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ബയോഫ്ലോക്ക് ശരിക്കും കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഇത്രയും വളർച്ച അതിൻ്റെ അകത്ത് ഈ കാലാവധിയിൽ കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ഒത്തിരി ആളുകൾ അത് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്തുമാത്രം സക്സസ് ആണ് എന്നുള്ളത് എന്നെ കുറിച്ച് എനിക്കറിയില്ല. വളർത്തുന്നതിന്റെ ഇതിൽ നിങ്ങൾക്ക് ഹൈ ഈൽഡ് ചെറിയ സമയം കൊണ്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അല്ലേ? അല്ല, ബയോഫ്ലോക്കിലും ഇത് തന്നെയാണ് അവര് ടൈം പീരീഡ് പറയുന്നത്. ഈ 6 months ആണ്. നമ്മൾ കോമൺ ആയിട്ട് ഇതിന്റെ അകത്ത് വളർത്തുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറഞ്ഞ ഒരു മത്സ്യമാണ് ഇതിന്റെ അകത്ത് വളർത്തുന്നത്. ഗിഫ്റ്റ് തിലാപ്പിയ അതാണ് നമുക്ക് ഇത്ര ഹൈ ഡെൻസിറ്റിയിൽ ഇതുപോലെ ഒരു ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കൃഷി രീതിയിലെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ ഈ
ഒരു വെറൈറ്റി മത്സ്യത്തെയാണ് നമുക്ക് ഇതുപോലെ നമ്മളുടെ ഈ ഒരു സെന്റ് കുളത്തിൽ ഇത്രയും ഹൈ ഡെൻസിറ്റിയിൽ വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വെറൈറ്റി മീൻ തന്നെ ആവുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാറിൻ്റെ ഈ ഒരു സിസ്റ്റം പറഞ്ഞു. അപ്പോൾ ഇതൊരു മൊത്തം ഒരു മീൻ വളർച്ചെത്തി വിപണനത്തിന് തയ്യാറാൻ വേണ്ടിയിട്ടുള്ള കാലയളവ് 6 മാസമാണോ സാധാരണ എടുക്കുക? ആ ഒരു കാലയളവ് അത്രയാണോ? ആ ഒരു മീനിന്റെ ഇത് നമുക്ക് വളർത്തി വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നതിനായിട്ട് 6 മാസമാണ് ഇതിന്റെ കാലം. 6 മാസമാണ്. ഓക്കെ. ഇപ്പൊ ഈ ടൈപ്പിലുള്ള വിത്തുകളൊക്കെ വെച്ച് കുഴപ്പമില്ല, നമ്മുടെ എക്സ്പെൻസ് കൂടും. ഓക്കെ, കോട്ടയം. ഈ ടൈപ്പ് വിത്തുകളൊക്കെ സാധാരണ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ലൈക്ക് സാറ് എവിടെ നിന്നാണ് എടുക്കുക? ഇത് നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു RGCA എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ഓക്കെ. അവരാണ് ഇതിന്റെ കറക്റ്റ് ലൈസൻസി ആയിട്ടുള്ള ആള്. നമുക്ക് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ കുഞ്ഞുങ്ങൾ ഒറിജിനൽ ഗിഫ്റ്റിന് കിട്ടുകയുള്ളൂ. ഒറിജിനൽ ഗിഫ്റ്റിലോപ്പിയുടെ വിത്തുകൾ കിട്ടുകയുള്ളൂ. ഓക്കെ, ഗിഫ്റ്റിലോപ്പിയ മനസ്സിലായി. അല്ല എങ്കിൽ നമുക്കൊരു സാധാരണക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു 500 കുഞ്ഞുങ്ങളെ വരെ അവര് തരാറുണ്ട്. അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫിഷറീസിൽ നിന്ന് നമുക്ക് ഇതിന് ലൈസൻസ് വേണം. ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കും. ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഠിതാക്കളോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയ ശേഷമാണ് അപ്ലൈ ചെയ്യുക. നമ്മൾ ഇത് നമ്മുടെ ഫുൾ സിസ്റ്റം സജ്ജീകരിച്ച് ഫിഷറീസിന്റെ ഓഫീസിൽ പോയി അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അവര് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. അത് എല്ലാ കൊല്ലവും നമ്മൾ റിന്യൂ ചെയ്തോണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം പലതരത്തിലുള്ള ഇപ്പോൾ സാർ ഗിഫ്റ്റിലോപ്പിയാണ് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാർ അസം വാഴ ചെയ്യാറുണ്ട്, അല്ലേ? ചെമ്മീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് വിപണനത്തിൻ്റെ ഒരു സ്കോപ്പും കൂടെ ഒന്ന് പറയും. നമ്മുടെ നാട്ടിൽ എത്രമാത്രം സ്കോപ്പ് ഉണ്ട്, സിറ്റികളിൽ എത്രമാത്രം സ്കോപ്പുകളുണ്ട്, ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ അങ്ങനെ ഒരുപാടുണ്ടോ? അതിനെക്കുറിച്ചിട്ട് ഈ ഒരു ഫീൽഡിൽ ഉള്ളത് കൊണ്ട് സാറിൻ്റെ ഒരു ഇൻസൈറ്റ് പറയാമോ? ഇത് നമ്മള് ഇവിടെ ഞാൻ എന്റെ പ്രദേശത്ത് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒത്തിരി ഈ ഒരു വെറൈറ്റി മീനായതുകൊണ്ട് തന്നെ അന്ന് നമ്മുടെ ഈ പണ്ട് കാലങ്ങളിൽ ഈ ചെറിയ പാറക്കുളങ്ങളിലും ചെറിയ കുളങ്ങളിലൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു മീനാണ് ഈ തിലാപ്പിയ എന്ന് പറയുന്നത്. ആ ഒരു ടേസ്റ്റ് അല്ല ഇത്. നല്ലൊരു ടേസ്റ്റ് ആണ്. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറെ വെള്ളമെല്ലാം നല്ല ക്ലിയർ ആണ്. അതുപോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് ഈ പാറക്കുളങ്ങളിലൊക്കെ കിടന്നിരുന്ന സ്ഥലത്ത് ഈ ആളുകൾ കുളിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ആ മീന് ഈ സോപ്പിന്റെ ചൊവയും ചെളിയുടെ ചൊവയും അങ്ങനത്തെ പല ടേസ്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾക്ക് അതിനെ കുറിച്ചൊരു ചെറുതായിട്ടൊരു മോശമായിട്ടുള്ള ഒരു തോട്ട് ആളുകളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ മീനോട് ആളുകൾക്ക് ഒരു അല്പം ഡിമാൻഡ് കുറവുണ്ട് ഈ മത്സ്യത്തിന്. പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി കൂടുതലായിട്ടുണ്ട് ഇപ്പൊ. ഒരുപാട് കർഷകർ ചെയ്യുന്നുള്ളതാണോ പറയാൻ പോകുന്നത്? ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഇവരൊന്നും ലാഭകരമായിട്ട് ചെയ്യുന്നതല്ല. ഈ മീൻ വളർത്തല് ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് അധികം ആളുകൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു നമ്മുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ജലാശയങ്ങളിലും ഒക്കെ ഈ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ആളുകൾ ഒത്തിരി ഈ മത്സ്യത്തെ വളർത്തുന്നുണ്ട്. അപ്പൊ ആ മീനിന്റെ ടേസ്റ്റും നമ്മൾ ഇതുപോലെ വളർത്തുന്ന മീനിന്റെ ടേസ്റ്റും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ഇത് പ്രോപ്പറായിട്ട് കറക്റ്റ് ഗൈഡൻസോടുകൂടി ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇത്. ഒരു കാര്യമോട് ഞാൻ പറയാൻ പറഞ്ഞു, ഇത് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു മെറൈൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരുടെ ഒരു സിസ്റ്റമാണിത്. അവരുടെ അണ്ടറിലാണ് ഞാൻ ഈ സാധനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു സബ്സിഡി ഒക്കെ നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ. അതുപോലെ തന്നെ 2 കൊല്ലം മുമ്പുള്ള ഒരു ബെസ്റ്റ് കർഷകനുള്ള ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഫാമാണ് ഇത്. ഗ്രേറ്റ്, സൂപ്പർ. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ആളുകൾക്കല്ല, ഈ ആളുകളുടെ ചിന്താഗതി കാരണം നമുക്ക് വിപണനം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം പ്രൊഡക്ഷൻ കോസ്റ്റ് അല്പം ഈ സിസ്റ്റത്തിനല്ല, മീൻ വളർത്തുന്ന എല്ലാവർക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇച്ചിരി അല്പം കൂടുതലാണ്. കാരണം തീറ്റയുടെ റേറ്റ് ഭയങ്കരമായിട്ടുള്ള റേറ്റ് ആണ്. അതുപോലെ തന്നെ കറണ്ട് സബ്സിഡിയോട് കൂടിയ കറണ്ട് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ രണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന വില ഇതിന് ലഭിക്കുന്നില്ല. സോ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോളൂ സാർ. പുതുതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് അപ്പോൾ അദ്ദേഹത്തിന് വളരെ ചെറിയ രീതിയിൽ തുടങ്ങണമെങ്കിൽ ആഗ്രഹങ്ങളിൽ കൂടി, അപ്പം പുള്ളിക്ക് ഇത് സംബന്ധിച്ച് ലോണൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നേച്ചർ ഈ ഒരു ടൈപ്പ് കൃഷി രീതികൾക്ക്?
ലോൺ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡിൽ പോവുകയാണെങ്കിൽ സബ്സിഡി ഫിഷറീസിന്റെ ഇത് കൊടുക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള മെത്തേഡിൽ പോവുകയാണെങ്കിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സബ്സിഡി കിട്ടുന്നുണ്ട്. ഈ സബ്സിഡി എന്ന് പറയുന്നത് നമ്മൾ വിത്തിറക്കി നമ്മൾ മീനൊക്കെ ഒരു 3-4 മാസമൊക്കെ ആകുമ്പോൾ വീണ്ടും ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ടാണോ ആവുക? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? അതത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ ആദ്യം അതിനുള്ള ഇതെല്ലാം ചെയ്തതിന് ശേഷം ഓക്കെ നമുക്കത് അപ്രൂവ് ആയിട്ട് വന്നതിനനുസരിച്ച് നമുക്ക് സബ്സിഡി കിട്ടും. ഓക്കെ, എനിക്ക് കിട്ടിയ സബ്സിഡി എന്ന് പറഞ്ഞാൽ എനിക്ക് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും നമ്മുടെ ഇവിടെ നമ്മുടെ കേരള ഇതില് നമുക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒത്തിരി പേർക്കൊന്നും കൊടുക്കുന്നില്ല, വളരെ ചുരുക്കം ആളുകൾക്കൊക്കെ അത് കിട്ടാറുള്ളൂ. ഇനി ഇതിന്റെ തീറ്റ നമ്മൾ പുറം നാടുകളിൽ നിന്നാണോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, അല്ല കേരളത്തിൽ തന്നെ ഈ മാനുഫാക്ചേഴ്സ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ്? കേരളത്തില് അവൈലബിൾ ആണ്. കേരളത്തില് 3-4 കമ്പനികളുടെ തീറ്റ അവൈലബിൾ ആണ്. ഗ്രോവല് അതുപോലെ തന്നെ ഒരു 3-4 കമ്പനികളുടെ തീറ്റ അവൈലബിൾ ആണ്. പക്ഷെ എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ വെച്ചോട്ടെ. ഈ ഗിഫ്റ്റ് തിലോപ്പിയ സാർ പറഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള മത്സ്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പം ഈ മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും രോഗസാധ്യതകളുണ്ടോ, അല്ല നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രക്രിയക്ക് മാത്രമാണോ മിസ്റ്റേക്ക് വരാൻ ചാൻസ്? അപ്പം അതിൻ്റെ ഒരു റിസ്ക് റേഷ്യോ എങ്ങനെയാണ്? മത്സ്യങ്ങള് ഈ RGCAയുടെ മത്സ്യങ്ങൾക്ക് പൊതുവെ കംപ്ലൈന്റ് കുറവാണ്. അതിന്റെ വളർച്ച ഏതാണ്ട് ഒരു യൂണിഫോം രീതിയിലുള്ള വളർച്ചയാണ്. അതല്ലാതെ നമുക്ക് ചിത്രലാട അങ്ങനെയൊക്കെ പറഞ്ഞ് പല മത്സ്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കുഞ്ഞിന് ഇതിനേക്കാൾ ചില വില കുറവാണ്. ഇനീഷ്യൽ ഇത് കുറവാണെങ്കിൽ പോലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ RGCAയുടെ ഒറിജിനൽ ഗിഫ്റ്റ് തന്നെയാണ്. മറ്റുള്ള മത്സ്യങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് എനിക്ക് എന്റെ വളർച്ച കറക്റ്റ് ആയിരുന്നില്ല, കുറച്ച് മോർട്ടാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇവരുടെ അല്പം വില കൂടുതലാണെങ്കിൽ പോലും ഞാൻ വളർച്ചയുടെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഈ ഒറിജിനൽ RGCAയുടെ അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ. അപ്പം പുതുതായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും അവൈലബിൾ ആണോ? സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടാറുണ്ടോ? എങ്ങനെയാണ് ട്രെയിനിങ്? ഒത്തിരി പേര് ഇത് ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ആയിട്ട് തന്നെ. ഓക്കെ, ഇത് ചെയ്യുന്ന സംരംഭകർ തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണോ പറയുന്നത്? അല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അത് അല്ലാതെയും ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. കാരണം ഇത് ഈ ബയോഫ്ലോക്ക് ഒക്കെ ബിസിനസ് ആക്കി മാറ്റിയേക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും. അതിന്റെ മെഷീനറീസ് സപ്ലൈ ഒക്കെ ചെയ്ത് അത് ഉപജീവനമായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഇതൊന്നും പറയാൻ വിട്ടുപോയി. ഞാൻ ഈ പറഞ്ഞ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ എനിക്ക് അവിടെ നിന്ന് അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവര് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു മീന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാം അവരത് കറക്റ്റായിട്ട് അത് നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ കൂടെ. ഈ നോർമൽ പടുതാക്കുളത്തിൽ ലൈക്ക് വീട്ടിൽ സൈഡായിട്ട് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മത്സ്യകൃഷി രീതി ലൈക്ക് കുറിച്ചിട്ട് അതൊരു വിപണനത്തിൽ അതിന് ലൈക്ക് ഒരു മാർക്കറ്റ് സ്കോപ്പ് ഉണ്ടോ, അല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യുന്ന ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള സിസ്റ്റം എന്തായിട്ടും അവലംബിച്ചേ മതിയാവൂ എന്നാണോ സാറിൻ്റെ അഭിപ്രായം? എന്താണ് ഇങ്ങനെ ഒരു സിസ്റ്റം, ഹൈ ടെക്നോളജി സിസ്റ്റം? ഒരു എന്താ അങ്ങനെ ഒരു ഹൈ ടെക്നോളജി സിസ്റ്റം അല്ലാതെ നമ്മൾ ഒരു ശരിക്കും 1 സെന്റ് കുളത്തിനകത്ത് നമ്മൾ നാച്ചുറലി ഉള്ള ഒരു പോണ്ടാണെങ്കിൽ പോലും ഒരു 200 മീനിൽ കൂടുതൽ നമുക്ക് വളർത്താൻ പറ്റില്ല. അപ്പം എന്നുവെച്ചാൽ തുടക്കത്തിലൊക്കെ കുറെ കുഴപ്പം ഇല്ലെങ്കിൽ പോലും അതിന്റെ ആ വളർച്ച എത്തുമ്പോഴേക്കും അതിന്റെ അകത്ത് ഓക്സിജന്റെ പ്രശ്നങ്ങൾ, വെള്ളത്തിന്റെ ക്വാളിറ്റി പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി അനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അപ്പൊ നമ്മള് അത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം 4 മാസം വരെയൊക്കെ മീൻ കുഴപ്പമില്ലാതെ വളരും. അത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പൊ ചുമ്മാ ഒരു പടുതാക്കുളം ഇട്ടിട്ട് അതിന്റെ അകത്ത് മീനെ ഇടുക എന്ന് പറയുന്നതിൽ അത് ശരിക്കും കാര്യമില്ല. നമ്മള് ഇതിന് സർവൈവ് ചെയ്യാനും അതിന് വളർച്ചയ്ക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായി. അതിന്റെ വേസ്റ്റ് ഉണ്ട്, അത് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യണം, കറണ്ട് പോകാൻ പാടില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായി. ചുമ്മാ ഒരു പടതയിട്ടു മീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അത്ര അറിയില്ലത്. ഓക്കെ, നോ ഇഷ്യൂസ്. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മീൻ കൃഷി, മത്സ്യകൃഷിനെ കുറിച്ചിട്ടുള്ള
കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും ഇതിലേക്ക് പുതുതായിട്ടൊരു സംരംഭം ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ലൈക്ക് മിസ്റ്റർ രഞ്ജു പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പം ഇത് ഉടനടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് നമുക്ക് ഒരു ബിസിനസ് നല്ല രീതിയിൽ ചാകര വരാമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംരംഭമല്ല. അപ്പം ഒരുപാട് പഠിക്കാനുണ്ട്. പഠിച്ചതിന് ശേഷം ആ പഠിച്ചത് പ്രാവർത്തികമാക്കി കറക്റ്റായിട്ട് നമ്മളതിൻ്റെ മാർക്കറ്റ് കണ്ടെത്തുമ്പോഴാണ് ആ ഒരു സംരംഭം വിജയിക്കുക. അപ്പം നമ്മൾ ഒരു മത്സ്യം എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മാർക്കറ്റിങ്ങും എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, നല്ല സപ്ലൈസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ട്. ആര് തുടങ്ങിയാലും എനിക്ക് പറയാനുള്ള ഒറ്റൊരു ഇതുള്ളൂ, ഫൈനലായിട്ട് മാർക്കറ്റിംഗ് സെക്ഷൻ ആദ്യം നമ്മൾ നോക്കണം. കാരണം സോ മാർക്കറ്റിംഗ് ഫസ്റ്റ് ഞാൻ പറയില്ലേ, എനിക്കിപ്പോൾ ഒരു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് അധ്വാനവും നമുക്ക് കുറച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കത് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഉൽപ്പാദിപ്പിച്ചേക്കുന്ന സാധനത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിലയിൽ നമുക്ക് വിൽക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഇതിന്റെ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്, ആളുകൾക്ക് ശരിക്കും ഒരു അവെയർ അല്ല ഈ മത്സ്യത്തിന്റെ ഈ ഇതിനെ കുറിച്ച്. ഞാൻ ഈ ഗിഫ്റ്റ് തിലോപ്പി എന്ന് പറഞ്ഞെങ്കിൽ പോലും അല്ലാതെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലാതെ നമുക്ക് പല മത്സ്യങ്ങളെയും ചെയ്യാം കേട്ടോ. വരാല് പോലത്തെ മത്സ്യങ്ങളെയൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് വരാലിനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ ഹൈ ഡെൻസിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. താങ്ക് യു സോ മച്ച് മിസ്റ്റർ രഞ്ജു പോൾ. നിങ്ങളുടെ വിലയേറിയ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്തത്. അപ്പം മീൻ കൃഷിയിൽ മത്സ്യകൃഷിയിലേക്ക് തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ ഒരുപാട് ബിസിനസ് ഐഡിയകൾ ഷെയർ ചെയ്യും. വരുന്നതുവരെ നന്ദി, നമസ്കാരം.